നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണെരിഞ്ഞിടാം. നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണെരിഞ്ഞിടാം. സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ എന്നും ഈ ശ്രീലകം ധന്യമായിടൂ. ശ്യാമയാമിനിയിൽ നീ സാമചന്ദ്രികയായി താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. നിന്റെ കാലടിയിൽ ജപതുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ പൂത്തു നിന്നിടാം. നിന്റെ കാലടിയിൽ ജപതുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ പൂത്തു നിന്നിടാം. നിന്റെ മൂകതപസ്സിൽ നിന്നും നീയുണർന്നാലേ, നിന്റെ മൂകതപസ്സിൽ നിന്നും നീയുണർന്നാലേ മോക്ഷവും മുക്തിയും കൈവരുന്നുള്ളൂ. രാഗതമ്പുരുവിൽ നീ ഭാവപഞ്ചമമായി ദേവിയല്ലോ നീ. പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ലലലലാല താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ.
Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. Yes. കിട്ടിയില്ലൻ പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ ആൻഡ് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ചാനൽ തന്നതാണ്. അതെ. ഓ ചാനൽ കി ജയ്. സൂപ്പർ സെലക്ഷൻ. എന്ത് രസമായിട്ടാ പാടി. സ്വരങ്ങളൊക്കെ എങ്ങനെ ഓർത്തിരുന്നു. ശ്വാസം പിടിച്ചിരിക്കുവായിരുന്നു. അത് ഫുൾ. പിന്നെ കോറസ് സൂപ്പർ. രണ്ടുപേരും നമ്മൾ ഓൾറെഡി ഇവിടെ വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ദാ നമ്മുടെ ഗൗരി എത്തിയിരിക്കുകയാണ്. ഗൗരി കണ്ടപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. അതിന്റെ കാരണം പറയും. അല്ല, ഒരു സന്തോഷം. ചുമ്മാ അത് പഴയ ഏതോ ഓർമ്മകളായി ഞാനൊന്നും എഴുതിയില്ല. ഒരു മച്ചാൻ ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ടാവും. ഇവള് ഞാൻ ട്രിവാൻഡ്രത്തുള്ളപ്പോ വന്ന് അച്ഛനുമായിട്ട് വന്ന് കണ്ടു. ആണോ? എനിക്കൊരു അച്ചാർ കൊണ്ടുവന്നു, അമ്മ ഇട്ടതാന്ന് പറഞ്ഞിട്ട് അസാധ്യം. ഞാൻ രണ്ടാമത് പറഞ്ഞു ചെയ്യിച്ചു. എന്തായിരുന്നു അത്? മീനച്ചാർ. അസാധ്യം. ഞങ്ങൾക്കൊന്നുമില്ലേ. നീ എന്നെ മച്ചാനെന്ന് വിളിച്ചിട്ട് എനിക്ക് അച്ചാറും ഇല്ല, ഒരു കോപ്പും ഇല്ല. വെറും മച്ചാൻ മാത്രമേ ഉള്ളൂ. അച്ചാറല്ല. മച്ചാന് മച്ചലി നഹി. ഗൗരി പറ, ഗൗരിയുടെ വിശേഷങ്ങൾ പറ. സുഖമായിട്ടിരിക്കുന്നു. ഈ സ്റ്റേജ് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. എല്ലാരെയും ആ ഒരു ഓളം എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. ഒരുപാട് നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. പ്രോഗ്രാംസ് ഒക്കെ കുഴപ്പമില്ല ഉണ്ട്. ഓക്കേ, എന്നാ പിന്നെ നമുക്ക് അവരങ്ങ് ഇരുത്താം. കാലുവേദനയുണ്ട്. ഓക്കെ, ഇരുന്നോ. പാട്ട് ചോദിക്കാം നമുക്ക്. എന്നാ പിന്നെ MG സാറിനോട് ചോദിക്കാം. എക്സ്പീരിയൻസ് ഒക്കെ സാർ ഷെയർ ചെയ്യും. MG സാർ. എനിക്ക് വാക്കുകളില്ല. അല്ല, അതിൽ കൂടുതൽ എന്ത് വേണം? എനിക്ക് എത്രയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള സന്തോഷം എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ പാടിയൊരു പാട്ട് എന്നെക്കാട്ടി നന്നായിട്ട് യാഷ് പാടി. യാഷ് അത് ഡിറ്റോ. ചില സംഗതികൾ ഞാൻ ഇട്ടിരിക്കുന്നതെല്ലാം അത് തന്നെ ഡിറ്റോയിട്ട് പാടി. പിന്നെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ സ്വരം പാടിയ വാക്ക് എനിക്ക് തന്നെ ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. കാരണം അതായത് അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ, ഇത് കോതണ്ടപാണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്തതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആശ്വാസമായി. ഇനി മിസ്റ്റേക്ക് ഒന്നും വരല്ലേ, അല്ലെങ്കിൽ ഈ ഭാഗം ഒന്നുകൂടെ മാറ്റിയെടുക്കാമെന്ന് ഈ വേണിയും ഇഗ്നീഷ്യസിന് ഒരു സ്വഭാവമുണ്ട്. നമുക്ക് ഒന്നുകൂടെ മറ്റേ ആ സ്ഥലത്ത് ഗായിക്ക് പോലെ പാവൊന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കളഞ്ഞു. പിന്നെ എനിക്കൊരു പോർഷൻ പാടാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആറാട്ടം എന്നുള്ള ബി ഉണ്ണികൃഷ്ണൻ്റെ പടത്തിൽ ഒരു കോമഡി സീനകത്താണ്. ആ സാധനം പാടാൻ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് എന്തൊരു പ്രയാസമാണ്. നമ്മളൊരു പാട്ട് പാടിയിട്ട് തിരിച്ച് പാടുമ്പോഴത്തേക്ക് നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പാടിപ്പോവാം, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇദ്ദേഹം കത്തിച്ച കത്തിയിൽ കണ്ടപ്പോഴത്തേക്ക് അതുപോലെ ഓർക്കസ്ട്രയും. ഇതൊരു സിറ്റുവേഷൻ സോങ് ആണ്. ഒരു ചന്ദ്രലേഖ എന്ന സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു സിറ്റുവേഷൻ. ചന്ദ്രലേഖ കണ്ടതാണോ യക്ഷേ? ഇല്ല. നീ പോടെ 2.5 മണിക്കൂർ കളയാനാണ് ഇല്ലാത്തത്. മൈക്കിൾ കണ്ടു, അത്രേ ഉള്ളൂ. അല്ല ശരി, സമയം കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷെ ഇതെന്താണിത്? ഇതിനൊക്കെ സമയം കിട്ടി. അതൊക്കെ എന്റെ കയ്യിൽ എത്തും. ഈ ലോകത്തിലുള്ള എന്തും എന്റെ കയ്യിൽ വരും. അങ്ങനെ പാട്ടിന്റെ നോട്ട്സ് ഇങ്ങനെ നോട്ട് എഴുതിയ മോനെ പേടിച്ചു ഒടിഞ്ഞു പോവും. ഇത് വേറൊന്നുമല്ല, താമര, അതിന് PPP, പൂവിൽ നന, വാഴും, MR, പച്ച, മഞ്ഞ, ഇല്ലാത്ത കളറും നീല, കറുപ്പ്, ഇതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കി പാടാനല്ലല്ലോ. അല്ല,
നന്നായി. അത് വളരെ നന്നായി. പാടാൻ പറ്റും. നോക്കിയാൽ പാടാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പാട്ട് പോകും. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് Yes, sir. ഞാനൊരു വലിയ കൈഡിയായിരുന്നു. കാരണം അത്ര ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ Thank you, sir. സമ്മതിക്കണം, മ്യൂസിക്. സമ്മതിക്കണം. ഐ ലവ് യു, Right. റിയലി ഐ ലവ് യു. Thank you, sir. ഞാനിവിടെ വന്നതിന് ശേഷം കേട്ട ഒരു ബെസ്റ്റ് പെർഫോമൻസ്. Thank you, sir. ഇനി എന്ത് വേണല്ലേ? ശരിക്കും ഇത് ഫിനാലേക്ക് പാടായിരുന്നു. ഇപ്പോഴേ ഗപ്പ് കിട്ടിയ പോലെയായി. ചോദിക്കാം. Okay. ശരത് സാർ, യശേ ചക്കരെ പഞ്ചാരെ sir, sir. മുത്തേ സൂപ്പർടാ. Thank you, sir. Thank you, sir. ഉഗ്രായിട്ട് പാടി. എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ സ്വരത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ ഈ ക്ലാസിക്കലൊക്കെ പാടുമ്പോൾ മറ്റേ ലൈറ്റ് സ്വഭാവത്തിൽ പാടുന്ന ഒരു ചെക്കനുമാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് പേടിച്ച് ഉഗ്രായിട്ട് പാടി. Thank you, sir. Thank you, ഉഗ്രായിട്ട് sir. പാടി. അത് എന്താണ് വേണ്ടത്? ആ കൈയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും യശ്? അതാ ഇങ്ങനെ പോണ യശന്. അല്ല ദേവിയല്ലോ നീ എന്തോന്നടേ? അത് മാത്രല്ല സർ, ഞാൻ ശരിക്കും കഴുത്ത് വിളിക്കി ഞാൻ എം ജി സാറിനോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതേ ഉള്ളൂ. യശ് ലാസ്റ്റ് പാടിയ പാട്ട് ഏതാ? ഗോപാങ്കനെ. ഗോപാങ്കനയില് ഭയങ്കര ചേച്ചി അതിൽ ഓൾറെഡി റിഹേഴ്സലിന് ഉളുക്കിയിട്ടാ വന്നത്. ഞാൻ യഷിനെ ഇപ്പൊ നമ്മളൊരു പാട്ട് പാടാൻ വിളിക്കുകയാണെങ്കിൽ ഞാനൊരു ഐഡിയ കണ്ടുവച്ചു. കാര്യം എനിക്ക് ഈ മനുഷ്യനെ കൊണ്ട് പാടിക്കാൻ പറ്റത്തില്ല. ഒരു ഹെൽമെറ്റിനകത്ത് വെക്കുക അപ്പൊ നീ എങ്ങനെയൊക്കെ ആക്കിയാലും അത് അവിടെ ഇരുന്നോളും. പിന്നെ അതൊക്കെ കുഴപ്പമില്ല. ഇതിന്റെ പാട്ട് അസാധ്യമാണ്. നമുക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു സെമി ഫൈനൽ എന്ന് എനിക്ക് തോന്നി ഉള്ള സത്യം പറയാൻ. പക്ഷെ ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അടിപൊളി, സൂപ്പർ. വണ്ടർഫുൾ യശേ, ഒന്നും പറയാനില്ല. വണ്ടർഫുൾ. കുറെ സന്തോഷം. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വേണം പാടാം. അതുപോലെ നമ്മുടെ കോറസ് പിള്ളേരും ബ്യൂട്ടിഫുൾ ആണ്. സൂപ്പർ. ഓർക്കസ്ട്രയുടെ ആരും പറയേണ്ട കാര്യമില്ല, ബോറായിരിക്കും. അപ്പൊ എല്ലാം കൊണ്ടും കുറെ സന്തോഷം. ലവ് യു ഡാച്ചട്ടെ. ഓക്കെ, ഷാനിക്ക. മഞ്ജരിയും ഞാനും അങ്ങോട്ടേക്ക് വന്നില്ല എന്നേ ഉള്ളൂ. അതെ, നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. യശ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. താങ്ക് യു സർ. കാരണം ഇത് ഒന്ന് ഇതുപോലത്തെ പാട്ടുകൾക്കൊക്കെ ഒരു പേർപ്പസ് ഉണ്ട്. നമ്മൾ ഈ പാട്ട് പാടി മഴ വീക്കുക എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നത് പോലെ ഈ പാട്ടിൻ്റെ പേർപ്പസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പാടി 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 വയ്യാത്തൊരു ലേഡി വീൽ ചെയർന്ന് അപ്പൊ അജാതി പാട്ട് വേണം. വെറുതെ നമുക്കൊരു ഒരു ഒരു സാധനം അങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. ആ ഒരു മാജിക് വേണം. അത് ഈ മനുഷ്യൻ പാടി വെച്ചേക്കണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആരായാലും എഴുന്നേറ്റ് പോകും. ഞങ്ങൾ തന്നെ അതിന്റെ ഒരു ഇത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു വന്നത്. അതെ, ആ ഒരു പാട്ടിന്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്. അത് ശ്രീകുട്ടൻ ചേട്ടൻ ചെയ്തതുപോലെ തന്നെ യശും ചെയ്തു. നോ വേർഡ്സ്. എന്റെ മനസ്സിൽ കംപ്ലീറ്റ് ആ പടത്തിന്റെ വിഷ്വലും പിന്നെ അതിലുള്ള മിക്ക ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. എസ്പെഷ്യലി വേണുചേട്ടൻ. മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്. അപ്പം വേണുചേട്ടൻ ഒരു പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഒരു പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പടം അതിൽ ചേട്ടൻ പാടിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വേണുചേട്ടൻ, ഒരുപാട് പേര്, ശ്രീനി അങ്കിള്, ഇന്നസെന്റ് ഏട്ടൻ, തിലകൻ ചേട്ടൻ, പപ്പു ചേട്ടൻ. യശ കുറെ മെമ്മറീസ് കൊണ്ടുവന്നു. യശ താങ്ക് യു സർ. ഗംഭീരൻ, ഒന്നും പറയണ്ട കേട്ടോ. ചേച്ചി യശ്, ഇതിൽ പരം ഒരു എന്താ പറയാ കമന്റ്സിന്റെ ആവശ്യമില്ല. കാരണം അത് പാടിയ ആള് എം ജി സാറിന്റെ മുമ്പിൽ വെച്ച് അത് പാടാൻ പറ്റി, നന്നായി പാടാൻ പറ്റി. അത് മാത്രല്ല സാറിന്റെ എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞു നന്നായിട്ട് പാടിയിരുന്നു. അതെ, അപ്പൊ അത്രയും ഒരു എന്താ പറയാ ഗ്രേറ്റ് കമന്റ്സ് ആണ് കിട്ടിയത് അല്ലേ? അപ്പൊ ഞാന് സാർ ഈ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ സാറ് പറയായിരുന്നു ഈ സ്വരം ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ, അതെങ്ങനെ പാടുന്നു. അപ്പൊ നമ്മളെല്ലാരും ആ ടെൻഷനിലായിരുന്നു. പക്ഷെ യശ് കലക്കി. സൂപ്പറായിരുന്നു യശ്. എനിക്ക് ആദ്യം മുതൽ അവസാനം ആകെപ്പാട് എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അത് യശിന് തന്നെ അവിടെ സ്ലിപ്പായി പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അല്ലാതെ ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഉഗ്രൻ പെർഫോമൻസ്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഈ പാട്ടൊക്കെ
എത്ര സ്വരങ്ങൾ, ഒരുപാട് സ്വരങ്ങൾ, അവിടെയൊക്കെ ചെറുതായിട്ട് ശ്രുതി പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ്. ബട്ട് ഒന്നുമില്ല, ക്ലീൻ. ഷാൻ, നമ്മൾ രണ്ടും എന്തായാലും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലല്ലേ ഉള്ളത്, നമുക്കും കൂടെ അങ്ങ് പോയേക്കാം. നമ്മള് കോറസിന് നമ്മൾ മറന്നു. കോറസ് കലക്കി, ഒരു രക്ഷയില്ലായിരുന്നു. വെരി ഡിഫിക്കൽട്ട് തിങ്. നിങ്ങൾ കലക്കി, ഗൗരി എസ്പെഷ്യലി കലക്കി. ഗൗരി അച്ചാറാ കലക്കിയത്. നീ ഇങ്ങ് പോരെ ചേട്ടൻ അങ്ങ് ചെല്ല്. ഓക്കെ ചേച്ചി. യശ്, ഇതൊരു ഉഗ്രൻ പെർഫോമൻസ് തന്നെയായിരുന്നു. 9.5 മാർക്സ്. ശരത് സർ 9.3 മാർക്സ്. ഷാനിക്ക, നമ്മളെല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നു. അതായിരുന്നു ആ പാട്ടിലും സംഭവിച്ചത്. ഒരു 9.4. MG sir. Okay, so total 28.2. Super. Yes. ബാക്കി 3 റൗണ്ട്സ് ഉണ്ട് അല്ലേ? ഇതുപോലെ തന്നെ സ്കോർ ചെയ്യാം. വലിയ മാർക്ക്.